എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏത്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിൻ്റെ കേന്ദ്രം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നു, ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്ന പ്രസ്താവനയാണ് തന്നിരിക്കുന്നവയിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത്. സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിൻ്റെ പ്രാഥമിക ഭാഗം. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, വേഗതയ്ക്കും തരംഗദൈർഘ്യത്തിനും. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ വേഗതയ്ക്കും തരംഗദൈർഘ്യത്തിനുമാണ് മാറ്റം സംഭവിക്കുന്നത്. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം ഓപ്ഷൻ ബി, കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാൾ കൂടുതലാണ്. കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാകാൻ കാരണമാകുന്നത്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം ഏതായിരുന്നു? ഓപ്ഷൻ ബി, വോസ്റ്റോക്ക് 1. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരാണ് വോസ്റ്റോക്ക് 1. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ഓപ്ഷൻ എ, ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തതേത്? ഗോദാവരി, മഹാനദി, നർമ്മദ, ബ്രഹ്മപുത്ര. തന്നിരിക്കുന്ന നദികളിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ഒരു ഹിമാലയൻ നദിയാണ്. ബ്രഹ്മപുത്രയാണ് തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി, കൂളോം. കൂളോമാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ഓപ്ഷൻ എ, ഡോക്ടർ വിക്രം എ സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം എ സാരാഭായിയാണ്. അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാല രചിച്ചത് ആരാണ്? അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാല രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ഖാസി മുഹമ്മദ്. ഖാസി മുഹമ്മദാണ് അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാല രചിച്ചത്. പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, KKN കുറുപ്പ്. KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. UPIയുടെ മുഴുവൻ രൂപം. UPIയുടെ മുഴുവൻ രൂപം എന്താണ്? ഓപ്ഷൻ ബി, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. യൂണിഫൈഡ്
പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നതാണ് UPIയുടെ മുഴുവൻ രൂപം. സാമൂഹിക നീതിയും സമത്വവും ഉൾപ്പെടുന്ന വളർച്ച പ്രധാന ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? സാമൂഹിക നീതിയും സമത്വവും ഉൾപ്പെടുന്ന വളർച്ച പ്രധാന ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ സി, 9ാം പഞ്ചവത്സര പദ്ധതി. 1997 മുതൽ 2002 വരെ ഉണ്ടായിരുന്ന 9ാം പഞ്ചവത്സര പദ്ധതിയാണ് സാമൂഹിക നീതിയും സമത്വവും ഉൾപ്പെടുന്ന വളർച്ച പ്രധാന ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി. സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്നാണ്? സിവിൽ നിയമലംഘനം, സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്നുമായിരുന്നു? ഓപ്ഷൻ ബി, തോറോയിൽ നിന്നുമായിരുന്നു സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത്. ആംനസ്റ്റി ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു, ഒരു ഗവൺമെൻറ് ഇതര സംഘടനയായി പ്രവർത്തിക്കുന്നു, 1961 മുതൽ പ്രവർത്തിക്കുന്നു. ആംനസ്റ്റി ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3, 4 എന്നിവ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും തന്നെ ആംനസ്റ്റി ഇൻ്റർനാഷണലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. 1999 രൂപീകരിച്ച ഏത് കമ്മിറ്റിയാണ് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാക്കി മാറ്റുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത്? 1999 രൂപീകരിച്ച ഏത് കമ്മിറ്റിയാണ് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത്? ഓപ്ഷൻ സി, തപസ് മജുംദാർ കമ്മിറ്റി. 1999 രൂപീകരിച്ച തപസ് മജുംദാർ കമ്മിറ്റിയായിരുന്നു വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഓപ്ഷൻ ബി, നാഷണൽ പീപ്പിൾസ് പാർട്ടി. നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി. മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്ത 27% OBC സംവരണം സുപ്രീം കോടതി ശരിവെക്കുകയും ക്രീമി ലെയർ എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തത് ഏത് കേസിലാണ്? മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്ത 27% OBC സംവരണം സുപ്രീം കോടതി ശരിവെക്കുകയും ക്രീമി ലെയർ എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തത് ഏത് കേസിലായിരുന്നു? ഓപ്ഷൻ സി, ഇന്ദിരാ സാവ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്ത 27% OBC സംവരണം സുപ്രീം കോടതി ശരിവെക്കുകയും ക്രീമി ലെയർ എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തത് ഇന്ദിരാ സാവ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലായിരുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 3. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് 3ാമത്തെ ആർട്ടിക്കിളാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി,
1951, 52. 1951, 52 വർഷങ്ങളിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ചിലെ സമയം. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ചിലെ സമയം ഏതായിരിക്കും? ഓപ്ഷൻ എ ഉച്ചയ്ക്ക് 12:30. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ചിലെ സമയം ഉച്ചയ്ക്ക് 12:30. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഓപ്ഷൻ ഡി ശരത്കാലം. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് ശരത്കാലമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ ബി സോജില. സോജില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏതാണ്? ചണം, നിലക്കടല, കടുക്, ചോളം. തന്നിരിക്കുന്നവയിൽ റാബി വിള ഏതാണ്? ഓപ്ഷൻ സി കടുക്. തന്നിരിക്കുന്നവയിൽ കടുകാണ് ഒരു റാബി വിള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘനീഭവിക്കൽ, കണ്ടൻസേഷനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി പകലിൻ്റെ ദൈർഘ്യം. പകലിൻ്റെ ദൈർഘ്യമാണ് തന്നിരിക്കുന്നവയിൽ കണ്ടൻസേഷനെ, ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഒരു ഘടകം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ സി IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. IRNSS ആണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം. തന്നിരിക്കുന്നവയിൽ കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്. തന്നിരിക്കുന്നവയിൽ ഗുജറാത്താണ് കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി മുംബൈ. മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. പഴശ്ശിരാജയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? പഴശ്ശിരാജയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്: കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഴശ്ശിരാജയെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം: അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനായി പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തന്നിരിക്കുന്നവരിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനായി പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി കുമാരഗുരുദേവൻ. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനായി പ്രത്യക്ഷ രക്ഷാദൈവം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു കുമാരഗുരുദേവൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു.
ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ശരിയായത് കണ്ടെത്തുക. കെ കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. തന്നിരിക്കുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. കെ കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെ 1930 നടന്നു. ശരിയായ കാലക്രമം കണ്ടെത്തുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പു സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം. ശരിയായ കാലക്രമം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4, 1, 2, 3, 5. 1780 പ്രസിദ്ധീകരിച്ച ബംഗാൾ ഗസറ്റ്, 1919 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, 1922 നടന്ന ചൗരി ചൗര സംഭവം, 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹം, 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം. ഇങ്ങനെയാണ് കാലഗണന ക്രമം. താഴെ പറയുന്നവയിൽ ഏത് പരിഷ്കരണ പ്രസ്ഥാനമാണ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത്? തന്നിരിക്കുന്നവയിൽ ഏത് പരിഷ്കരണ പ്രസ്ഥാനമാണ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ബ്രഹ്മസമാജം. തന്നിരിക്കുന്നവയിൽ ബ്രഹ്മസമാജമാണ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനം. ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അറിയപ്പെടുന്ന പരിപാടി ഏതാണ്? ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അറിയപ്പെടുന്ന പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഫ്ലഡ്. ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അറിയപ്പെടുന്ന പരിപാടിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസവിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം ഏതാണ്? തന്നിരിക്കുന്നവയിൽ പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസവിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം ഏതാണ്? ഓപ്ഷൻ സി മൂഷിക വംശകാവ്യം. മൂഷിക വംശകാവ്യമാണ് പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസവിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം. ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് 6 സ്വകാര്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്? ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് 6 സ്വകാര്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്? ഓപ്ഷൻ ബി 2ാം ഘട്ടം. 1980 ഇന്ത്യയിലെ ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ 2ാം ഘട്ടത്തിലായിരുന്നു 6 സ്വകാര്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണൽ ഏതായിരുന്നു? ഓപ്ഷൻ എ ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആരംഭിച്ച ജേണലിൻ്റെ പേരായിരുന്നു ഇന്ത്യ. അനേകാന്തവാദം തിയറി ഓഫ് മെനിനെസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അനേകാന്തവാദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ജൈനമതം. തിയറി ഓഫ് മെനിനെസ് അനേകാന്തവാദം ബന്ധപ്പെട്ടിരിക്കുന്നത് ജൈനമതവുമായിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു? ഓപ്ഷൻ എ 42. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത്
42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരുന്നു. ഇന്ത്യയിലെ മഹത്തായ നഗരമെന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഏതാണ്? ഇന്ത്യയിലെ മഹത്തായ നഗരമെന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം ഏതാണ്? ഓപ്ഷൻ സി പാടലീപുത്രം. പാടലീപുത്രമാണ് ഇന്ത്യയിലെ മഹത്തായ നഗരമെന്ന് മെഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം. ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ 2 വർഷം. ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം ഏതാണ്? യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി ഗേർണിക്ക. ഗേർണിക്കയാണ് യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വർഷം 1789 ജൂൺ 20. മിഷൻ ദിവ്യാസ്ത്രയിൽ അഗ്നി 5 മിസൈൽ ഉപയോഗിച്ച് പരീക്ഷിച്ച ഏത് തരം മിസൈൽ സംവിധാനമാണ് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒരേ സമയം ഒന്നിലധികം ആണവ പോർമുനകൾ എത്തിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നത്? മിഷൻ ദിവ്യാസ്ത്രയിൽ അഗ്നി 5 മിസൈൽ ഉപയോഗിച്ച് പരീക്ഷിച്ച ഏത് തരം മിസൈൽ സംവിധാനമാണ് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒരേ സമയം ഒന്നിലധികം ആണവ പോർമുനകൾ എത്തിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ MIRV സാങ്കേതികവിദ്യ. മിഷൻ ദിവ്യാസ്ത്രയിൽ അഗ്നി 5 മിസൈൽ ഉപയോഗിച്ച് പരീക്ഷിച്ച MIRV മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യയാണ് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒരേ സമയം ഒന്നിലധികം ആണവ പോർമുനകൾ എത്തിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യ ആസ്ഥാനമായുള്ള ന്യൂട്രിനോ ഒബ്സർവേറ്ററി INO ഏത് ശാസ്ത്ര പ്രതിഭാസത്തെക്കുറിച്ചാണ് പ്രധാനമായും പഠിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള INO ന്യൂട്രിനോ ഒബ്സർവേറ്ററി ഏത് ശാസ്ത്ര പ്രതിഭാസത്തെക്കുറിച്ചാണ് പ്രധാനമായും പഠിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ന്യൂട്രിനോ ദ്വലനവും സവിശേഷതകളും. ന്യൂട്രിനോ ഓസിലേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്. ന്യൂട്രിനോ ദ്വലനവും സവിശേഷതകളും പഠിക്കാനാണ് ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള ന്യൂട്രിനോ ഒബ്സർവേറ്ററി INO രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നവയിൽ കാർബണിൻ്റെ അലോട്രോപ്സ് ഏതൊക്കെയാണ്? ക്യൂമൈൻ, ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ. തന്നിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ഓൺലി 2, 3 and 4. ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. ക്യൂമൈൻ എന്നത് കാർബണിൻ്റെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും അടങ്ങിയ ഒരു ഹൈഡ്രോ കാർബണാണ്. അതൊരു അലോട്രോപ്പ് അല്ല. അടുത്ത ചോദ്യം, ഒരു കോർക്ക് കഷ്ണത്തിലെ തേനീച്ചക്കൂട് പോലുള്ള ഘടനകൾ നിരീക്ഷിച്ചതിന് ശേഷം കോശം എന്ന പദം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഒരു കോർക്ക് കഷ്ണത്തിലെ തേനീച്ചക്കൂട് പോലുള്ള ഘടനകൾ നിരീക്ഷിച്ചതിന് ശേഷം കോശം എന്ന പദം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഓപ്ഷൻ സി റോബർട്ട് ഹുക്ക്. ഒരു കോർക്ക് കഷ്ണത്തിലെ തേനീച്ചക്കൂട് പോലുള്ള ഘടനകൾ നിരീക്ഷിച്ചതിന് ശേഷം കോശം എന്ന പദം ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. മോഹൻജാദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മോഹൻജാദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഓപ്ഷൻ സി പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിലാണ് മൊഹൻജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.